ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും വെല്ലുവിളിച്ച് ഒളിവിൽ തുടർന്നിരുന്ന അർജുൻ ആയിങ്കിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പുലർച്ചെ 2:40 കണ്ണൂരിലെ അഭിഭാഷകയുടെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നാണ് അർജുനെ പിടികൂടിയത്. അർജുൻ ആയിങ്കി ആ പേര് പലതവണ കേരളം കേട്ടിട്ടുണ്ട്. സമീപകാലത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ ആദ്യം പോലീസിനെയും പിന്നീട് ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ചതോടെയാണ് വീണ്ടും അർജുൻ ആയിങ്കി വാർത്തകളിൽ നിറഞ്ഞത്. ആരാണ് ഈ അർജുൻ ആയിങ്കി? കണ്ണൂർ അഴീക്കോട് കപ്പക്കടവ് സ്വദേശിയാണ് അർജുൻ ആയിങ്കി. 30 പ്രായം. പഠിച്ചത് +2 വരെ. ബാലസംഘത്തിലും SFIയിലും പ്രവർത്തിച്ച അർജുൻ DYFI യൂണിറ്റ് സെക്രട്ടറിയായാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായത്. CPM സൈബർ പോരാളിയായി സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടു. സൈബറിടങ്ങളിൽ രാഷ്ട്രീയ എതിരാളികളെ വെല്ലുവിളിക്കുകയും ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്തതോടെ അർജുൻ ആയിങ്കിക്ക് ആരാധകരും കൂടി. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം കുറ്റകൃത്യ ശൃംഖലയുടെ സൂത്രധാരൻ കൂടിയാണ് ഇയാളെന്ന് അധികം വൈകാതെ വെളിപ്പെട്ടു. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ കുറഞ്ഞപ്പോൾ ചില കൊട്ടേഷൻ സംഘങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തിലേക്ക് തിരിഞ്ഞതാണ് അർജുൻ ആയിങ്കിക്കും പുതുവഴികൾ കാട്ടിക്കൊടുത്തത്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലൂടെയാണ് അർജുൻ ആയിങ്കി കുപ്രസിദ്ധി നേടിയത്. വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം വഴിയിൽ വെച്ച് തട്ടിയെടുക്കുന്ന സംഘങ്ങളിലെ പ്രധാനിയായിരുന്നു ഇയാൾ. ക്രിമിനൽ പശ്ചാത്തലം പുറത്തു വന്നതോടെ പാർട്ടി പുറത്താക്കിയെങ്കിലും പിന്നെയും സൈബർ ലോകത്ത് പാർട്ടിയെ പ്രതിരോധിക്കാൻ ആയിങ്കി ഉണ്ടായിരുന്നു. സ്ഥിരം തലവേദനയായതോടെ നേതാക്കൾക്കെല്ലാം ഇയാളെ തള്ളിപ്പറയേണ്ടി വന്നു. 2021 രാമനാട്ടുകരയിൽ 5 പേർ മരിച്ച അപകടം സ്വർണ്ണക്കടത്ത് സംഘവും സ്വർണം പൊട്ടിക്കൽ സംഘവും തമ്മിലുള്ള ചേസിംഗിനിടെയായിരുന്നു. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവന്ന സ്വർണം തട്ടാനെത്തിയ സംഘത്തിലായിരുന്നു അർജുൻ ആയിങ്കി. കണ്ണൂർ പെരിങ്ങോത്തെ പാർട്ടി ഗ്രാമത്തിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് ഈ കേസിൽ അർജുനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ജാമ്യത്തിലിറങ്ങി. വിദേശത്ത് നിന്ന് കാരിയർമാരെ ഉപയോഗിച്ച് നാട്ടിലേക്ക് സ്വർണം കടത്തൽ, മറ്റു കള്ളക്കടത്തുകാരുടെ സ്വർണം മോഷ്ടിക്കൽ, സ്വർണം നഷ്ടപ്പെട്ടവരുമായി വിലപേശൽ തുടങ്ങിയവയാണ് അർജുന്റെ സ്ഥിരം രീതികളെന്നായിരുന്നു കേസ് അന്വേഷിച്ച കസ്റ്റംസിന്റെ കണ്ടെത്തൽ. 2021 പിടിയിലാകും വരെ 6 കോടിയുടെ സ്വർണം തട്ടിയെടുത്തെന്നാണ് നിഗമനം. സ്വർണം തട്ടിയെടുക്കാൻ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളായ കൊടിസുനി, മുഹമ്മദ് ഷാഫി എന്നിവരുടെ സഹായവും ലഭിച്ചിട്ടുണ്ടെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ, വധശ്രമം, മോഷണം, ഭീഷണി തുടങ്ങിയവയാണ് അർജുൻ ആയിങ്കിക്കെതിരെയുള്ള കേസുകൾ. 2023 പാലക്കാട് മീനാക്ഷിപുരത്ത് നിന്ന് സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി 75 പവൻ കവർന്ന സംഭവത്തിന് പിന്നിലും ഇയാളായിരുന്നു. 2022 ആയിങ്കിയെ കാപ്പ ചുമത്തി കണ്ണൂരിന് പുറത്തേക്ക് നാട് കടത്തിയിരുന്നെങ്കിലും പിന്നീട് കാപ്പ റദ്ദാക്കപ്പെട്ടു. കോതമംഗലം CAയെ ഭീഷണിപ്പെടുത്തിയ കേസും തുടർന്നുള്ള സംഭവങ്ങളുമാണ് അർജുൻ ആയിങ്കി വീണ്ടും വാർത്തകളിൽ നിറയാൻ കാരണമായത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാഷ്ട്രീയ തണലിൽ കൂടിയായിരുന്നു അർജുൻ ആയിങ്കിയുടെ വളർച്ച. പരാതിക്കാരുണ്ടാകില്ല എന്ന് ഉറപ്പുള്ള കൊട്ടേഷനുകൾ ആയിരുന്നു അർജുൻ ആയിങ്കിയുടെ പ്രത്യേകത. പ്രത്യേകിച്ച് നമ്മുടെ നിയമ സംവിധാനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടുള്ള സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ, ആ സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കുക, ആ തട്ടിയെടുത്ത സ്വർണം പിന്നീട് വിൽക്കുകയോ അതല്ല എങ്കിൽ ആ സ്വർണത്തിന് വേണ്ടി ഇതേ സംഘങ്ങളുമായി വില പേശുകയോ ചെയ്യുക എന്ന കൊട്ടേഷൻ രീതിയായിരുന്നു അർജുൻ ആയിങ്കി സ്വീകരിച്ചിരുന്നത്. അവിടെ സ്വർണം കടത്തുന്നവർ ഒരു കാരണവശാലും അർജുൻ ആയിങ്കിക്കെതിരെ പരാതി നൽകില്ല. കാരണം അവർ നടത്തുന്നതും കുറ്റകൃത്യമാണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ പരാതിക്കാർ ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസം ആയിരുന്നു അർജുൻ ആയിങ്കിയെ വളർത്തിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ജയിലിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ അവരുമൊക്കെയായി നിരന്തരമായി ടെലിഫോൺ സംഭാഷണം ഉൾപ്പെടെ നടത്തിയിരുന്നു എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.